അങ്ങനെ അവസാനം ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഫിഗർ അനുസരിച്ച് 47-23 50 എന്ന ആ മാന്ത്രിക സംഖ്യയിലേക്ക് തൊടാൻ ഒരുപക്ഷെ BJPക്ക് കഴിഞ്ഞേക്കില്ല. ആം ആദ്മി പാർട്ടിയുടെ മാനം രക്ഷിച്ചു അതിഷി എന്ന് പറയാം. പ്രമുഖ നേതാക്കളെല്ലാം പരാജയപ്പെട്ടപ്പോൾ അതിഷി അവിടെ പിടിച്ചു നിന്നിരിക്കുന്നു. ബി ബാലഗോപാൽ കൂടിയുണ്ട്. ബാലഗോപാൽ രാവിലെ മുതൽ BJPയെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാലു, ആദ്യം BJPക്കാർ ആഘോഷത്തിലേക്ക് കടക്കാൻ ഒന്ന് മടിച്ചു നിന്നിരുന്നു. വെയിറ്റ് ചെയ്യാം എന്നുള്ളതായിരുന്നു സമീപനം. പക്ഷേ ഇനിയിപ്പോൾ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കെജ്രിവാൾ തന്നെ വീണു കഴിഞ്ഞു, സിസോദിയ വീണു കഴിഞ്ഞു. പർവേഷ് സാഹിബ് സിംഗ് വർമ്മയായിരിക്കും മുഖ്യമന്ത്രി എന്ന് ഉറപ്പിക്കാറായോ? പടക്കം പൊട്ടുന്നുണ്ടോ? വടക്കം അല്പസമയം മുമ്പ് തന്നെ പൊട്ടി തുടങ്ങി. ഏതാണ്ട് 1 മണിക്കൂർ മുമ്പ് ഒരു ഓഫീസിൽ ഈ ആഘോഷ പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ ആദ്യ മണിക്കൂറുകളിൽ ലീഡ് കിട്ടിയിരുന്നുവെങ്കിലും BJPക്ക് അത്രത്തോളം ആത്മവിശ്വാസം ഇല്ലായിരുന്നു. ഞാനിപ്പോൾ ഉള്ളത് BJPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, വലിയ ആഘോഷമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ലീഡ് ചെയ്യുന്ന പല സ്ഥാനാർത്ഥികളും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ, ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം വോട്ട് ഷെയർ ലഭിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം, ഇപ്പോൾ വന്നിരിക്കുന്ന ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഏതാണ്ട് 48% വോട്ടുകളാണ് BJPക്ക് ഇതുവരെ ഈ വോട്ടിന് കഴിഞ്ഞപ്പോൾ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 43% മാത്രമാണ് ആം ആദ്മി പാർട്ടിയുടെ വോട്ട്. അത് ഈ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകൾ വെച്ച് നോക്കുമ്പോൾ, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വെച്ച് നോക്കുമ്പോൾ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ കുറവാണ്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഫാക്ടർ കൂടിയുണ്ട്. 6%-ലധികമാണ് ഈ കോൺഗ്രസിന്റെ വോട്ട്. BJPയുടെയും ആം ആദ്മി പാർട്ടിയുടെയും ഡിഫറൻസ് ഒരു 4% വരുമ്പോൾ 6%-ലധികം വോട്ട് കോൺഗ്രസ് പിടിച്ചു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. BJPയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ മാധു ചോദിച്ചതുപോലെ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നതാണ് ഇനി അറിയേണ്ടത്. കാരണം പല പേരുകളും ഒക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ BJP നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രവചനം നടത്തുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. കാരണം അവരുടെ പാർലമെന്ററി ബോർഡിനേക്കാൾ ഉപരിയായി നരേന്ദ്രമോദിയും അമിത്ഷായും എന്ത് തീരുമാനിക്കുന്നു അവരായിരിക്കും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് കാണാം, പിന്നിൽ കാണുന്നത് എല്ലാ കട്ടൗട്ടുകളും നരേന്ദ്രമോദിയുടേതാണ്. 1-2 കട്ടൗട്ടുകൾ അമിത്ഷായുടേതുമുണ്ട്. മറ്റൊരു നേതാവിന്റെയും കട്ടൗട്ടുകൾ നമുക്ക് BJP ഓഫീസിൽ ഒന്നും കാണാൻ വേണ്ടി കഴിയുന്നില്ല. തീർച്ചയായും ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന് തീരുമാനിക്കുന്നത് ഈ 2 നേതാക്കളുമാണ്. 2 പ്രതികരണങ്ങൾ കൂടി പ്രധാനമായും വരുന്നു. ഒന്ന്, മനീഷ് സിസോദിയ പ്രതികരിക്കുന്നില്ല, എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന ചോദ്യത്തിന് ഉത്തരമില്ല, ഇപ്പോൾ പറയാൻ പറ്റില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഒഴിഞ്ഞു പോവുകയായിരുന്നു. പ്രിയങ്ക ഗാന്ധിയുടെ പ്രതികരണം, ഡൽഹി തിരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസിന് പാഠമാണ്, വിജയിച്ചവർക്ക് അഭിനന്ദനങ്ങൾ എന്നുള്ളതാണ് പ്രിയങ്ക ഗാന്ധിയുടെ. പ്രിയങ്ക അതിന്റെ കൂട്ടത്തിൽ നേരത്തെ കേരളത്തിൽ പ്രതികരണം ചോദിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു, കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെയും നേതാക്കളെയും കണ്ട് രാജ്യത്തെ മറ്റിടങ്ങളിലെ കോൺഗ്രസ് ഘടകങ്ങൾ പഠിക്കണം. എൻ്റെ തിരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ നേരിൽ കണ്ടതാണ് എങ്ങനെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്ന്. തിരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങനെ കൂടി പറയുന്നുണ്ട്. കേരളത്തെ കണക്ട് ചെയ്താണ് പ്രിയങ്കയുടെ പ്രതികരണം. പിന്നെ മറ്റൊരു കാര്യം, 6.32% കോൺഗ്രസിന് ഡൽഹിയിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇപ്പോഴത്തെ കണക്കനുസരിച്ച്, അതായത് 4,31,731 പേർ. കോൺഗ്രസിന് ഒരു ഭാഗത്ത് ഇപ്പോൾ ഇന്ത്യ മുന്നണി എന്ന നിലയിൽ BJP അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിഞ്ഞില്ല എങ്കിലും 4,31,730 5 ലക്ഷത്തിന് അടുത്ത ആളുകളുടെ പിന്തുണ ഡൽഹിയിലുണ്ട് എന്നത് ചെറിയ കാര്യമായിരിക്കില്ല.